അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി ഷെയ്ഖിന്റെ മുരീദന്മാരെല്ലാം ആശയക്കുഴപ്പത്തിലാണ്. കുരുവട്ടൂരി ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം കുരുവട്ടൂരി മുരീദ് പാട്ടുപാടിയത് CM മടവൂര് അള്ളാഹു ആണ്, ഹു അല്ലാ മടവൂർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കുരുവട്ടൂരി ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം അതേ പാട്ടുകാരൻ തന്നെ മുത്ത് റസൂലാണ് CM മടവൂർ എന്ന് പാടിയിരിക്കുകയാണ്. ഇതോടുകൂടി ഷെയ്ഖിന്റെ ഏത് നിർദ്ദേശമാണ് തള്ളിക്കളയേണ്ടത്, അംഗീകരിക്കേണ്ടത് എന്ന അങ്കലാപ്പിലാണ് കുരുവട്ടൂരി മുരീദന്മാരുള്ളത്. കുരുവട്ടൂരി ഷെയ്ഖ് ഈ വീഡിയോ കേൾക്കുമ്പോൾ മടവൂർ പടച്ചോനാണ് എന്ന പാട്ടിനെയും പാടിയവനെയും തള്ളിയതുപോലെ വിവാദമാകുമ്പോൾ ഇതും തള്ളിക്കളയും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. വിവാദമാകുമ്പോഴാണ് അവർ തള്ളിക്കളയുക, അതുവരെ അവർ തള്ളുകയില്ല. തള്ളിക്കളയേണ്ട ഒരു പാട്ടായിരുന്നെങ്കിൽ വിവാദത്തിന് വേണ്ടി എന്തിന് കാത്തിരിക്കണം എന്ന സംശയം എല്ലാവർക്കുമുണ്ട്. അത് തീർത്തു കൊടുക്കാൻ കുരുവട്ടൂരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല. പുതിയ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. നിവർന്നു നാം നടന്നിടൂ, ധീരമായി പറഞ്ഞിടൂ, ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരടാ, ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരടാ. നിരനിരയായി വന്നിടൂ, പടയണിയിൽ ചേർന്നിടൂ, ആലമിൻ കുത്തൂബിനായി സൈന്യമായി നിരന്നിടൂ, ആലമിൻ കുത്തൂബിനായി സൈന്യമായി നിരന്നിടൂ. പേടി വേണ്ട നമ്മിലെ ശൗര്യം മടവൂരട, പറമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ, പറമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണ്, പറമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ. ഏറ്റവും പുതിയ പാട്ടാണിത്. 10 മണിക്കൂറേ ആയിട്ടുള്ളൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട്. ഇതിൽ പറയുന്നത് പരമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ, പരമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ. ഇപ്പോൾ കുരുവട്ടൂരുകൾക്ക് മുത്ത് റസൂലാണ് CM മടവൂർ. നേരത്തെ മുദബ്ബിറുൽ ആലമായിരുന്നു, പടച്ചോനായിരുന്നു, ഹു അള്ളയായിരുന്നു. ഇതിലും പറയുന്നത് മുദബ്ബിറുൽ ആലമാണെന്നാണ്. അതിനുശേഷമാണ് മുത്ത് റസൂലാണ് CM മടവൂർ എന്നും പറയുന്നത്. കുരുവട്ടൂരി മുരീദന്മാർ ആകെ 4 എണ്ണമേ ഉള്ളൂ. 4 എണ്ണവും കൺഫ്യൂഷനായി തെക്ക് വടക്ക് നടക്കുകയാണ്. മുത്ത് റസൂലാണ് CM മടവൂർ എന്നാണോ വിശ്വസിക്കേണ്ടത്? അങ്ങനെയാണോ ജനങ്ങളോട് പറയേണ്ടത്? അതല്ല പടച്ചോനാണ്, അള്ളാഹു ആണ് എന്നാണോ ജനങ്ങളോട് പറയേണ്ടത്? ഒരു പിടുത്തവുമില്ല. ഈ അങ്കലാപ്പിനിടയിൽ അടുത്ത വരി നമുക്കൊന്ന് കേൾക്കാം. നിവർന്നു നാം നടന്നിടൂ, ധീരമായി പറഞ്ഞിടൂ, ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരടാ, ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരടാ. ലിവാഉൽ ഹംദ് കയ്യിലേന്തി വന്ന മുമ്പരൊക്കെയും, ലിവാഉൽ ഹംദ് കയ്യിലേന്തി വന്ന മുമ്പരൊക്കെയും, തഹ്ത ഖദമി കുതുബുൽ ആലം അവരതിനും. ഈ വരികൾ നിങ്ങൾ കേട്ടപ്പോ ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവൂലേ? ഇപ്പൊ പറയുന്നത് മുത്തു റസൂലിനും മേലെയാണെന്നാണ്, അതുക്കും മേലെ. കുരുവട്ടൂരി മുരീദുകൾ കൺഫ്യൂഷൻ ആവാൻ വേറെ എവിടെയെങ്കിലും പോണോ? ആകെ ചിന്താക്കുഴപ്പത്തിലായ കുരുവട്ടൂരി മുരീദന്മാരെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് മറ്റൊരു വരി കൂടി നമുക്ക് കേൾക്കാം. റസൂല് എന്ന് കേട്ട് ഞെട്ടിടേണ്ട, പോയി ഓതട, റിസാല വരിക്കാര് റസൂലാകുമോ പഠിക്കടാ, റിസാല വരിക്കാര് റസൂലാകുമോ പഠിക്കടാ. തൽക്കാലം നിങ്ങൾ പഠിച്ചാൽ മതി, ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. റിസാല വരിക്കാരേതായാലും ദൂതന്മാരാകൂല, റസൂലാകൂല. അത് നിങ്ങൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇനി നമുക്ക് കുരുവട്ടൂരി മുരീദന്മാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു വരി കേൾക്കാം. വാങ്കൊലി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ, വാങ്കൊലി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ,
പള്ളിയിൽ എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു. ഇപ്പോഴാണ് ശരിക്കും കുരുവട്ടൂരി മുരീദന്മാർ ആകെ ടോട്ടൽ മൊത്തം കൺഫ്യൂഷനിലായത്. നേരത്തെ പറഞ്ഞത് മുത്ത് റസൂൽ എന്ന് കേട്ട് ഞെട്ടണ്ട, റിസാല വരിക്കാര് റസൂലാകുമോ എന്നൊക്കെയായിരുന്നു പൊട്ടന്മാരുടെ ന്യായീകരണം. എന്നാൽ ആ പൊട്ടന്മാര് ഇപ്പോൾ പറയുന്നത് ബാങ്ക് വിളിക്കുന്ന നേരത്ത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരല്ല, എന്റെ പേരാണ് ആ പറഞ്ഞതെന്ന് വലിയുള്ളാഹി CM മടവൂർ പറഞ്ഞു എന്നാണ് ഈ പാട്ടുകാരൻ അവകാശപ്പെടുന്നത്. അതായത് ഇനി മുതൽ ഒരാൾ കുരുവട്ടൂരി ത്വരീഖത്തിൽ പ്രവേശിക്കണമെങ്കിൽ, അതിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കണമെങ്കിൽ ഷഹാദത്ത് കലിമയുടെ വാചകമൊന്നും തെറ്റേണ്ടതില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് വാചകമൊന്നും തെറ്റേണ്ടതില്ല. മുഹമ്മദ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് മക്കയിൽ ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് കരുതി പോകരുത്. CM മടവൂരാണെന്ന് കരുതണം. കാരണം കുരുവട്ടൂരികളുടെ പുതിയ റസൂല് മുത്ത് റസൂല് അത് CM മടവൂരാണ്. പടച്ചോനാണെന്ന വാദം മാറ്റിയിരിക്കുകയാണ്. ഇനി നൗഷാദ് കുരുവട്ടൂരിയൊക്കെ കുരുവട്ടൂരികളുടെ വാദം അനുസരിച്ച് യഥാർത്ഥ മുസ്ലിമാണോ അതോ ഷഹാദത്ത് കലിമ പുതുക്കേണ്ടതുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. കാരണം നൗഷാദ് കുരുവട്ടൂരി, തെറിയൂരി കുഞ്ഞഹമ്മദ്, പൊട്ടൻ സമദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോ ശൈഖുന മടവൂരിനെ തന്നെയാണോ ഉദ്ദേശിച്ചത്? അതല്ല, മക്കയിൽ ഭൂജാതനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ ഉദ്ദേശിച്ചത് എന്നതിനെ ആശ്രയിച്ചിരിക്കും കുരുവട്ടൂരികളുടെ വിശ്വാസപ്രകാരം അവർ മുസ്ലിമാണോ, ഷഹാദത്ത് കലിമ പുതുക്കേണ്ടതുണ്ടോ എന്ന്. നബിദിനം ആഘോഷിക്കുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് എന്ന് കുരുവട്ടൂരികളിൽ നിന്ന് നമുക്കറിയേണ്ടതുണ്ട്. ഇനി ഈ പാട്ട് വിവാദമായാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾക്കതേ കുറിച്ച് അറിയില്ല, ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ല എന്ന സ്ഥിരം പല്ലവി പണമുണ്ടാക്കാൻ വേണ്ടി 5ഉം 6ഉം പരിപാടി ഇതിനു വേണ്ടി വെച്ച് സമയം കളയരുത്. പറഞ്ഞ മാറ്റർ മാത്രമേ കയ്യിലുള്ളൂ എന്നൊരവസരത്തിൽ ഈ പാവം പിടിച്ച പാട്ടുകാരനെ കൊണ്ട് ഒരു പാട്ടുണ്ടാക്കിക്കും, അതിവിവാദമാക്കിക്കും. അതിനുശേഷം 5ഉം 6ഉം പരിപാടികൾ ഈ ഒരു പാട്ടിന് വേണ്ടി അവർ നടത്തി അവരുടെ വയറ്റിപ്പേപ്പ് തീർക്കുകയാണ് പതിവ്. ഇനി ശനിയാഴ്ചത്തെ പരിപാടിയിൽ ഞങ്ങൾക്ക് ആ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയാണ് ഈ പാട്ട് വന്നിട്ടുള്ളത്. അതിനുള്ള തെളിവാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ഏകദേശം 2-3 മണിക്കൂറിലേറെ സമയമായി ആ പാട്ട് കുരുവട്ടൂരികളുടെ ഗ്രൂപ്പിൽ വന്നിട്ട്. ഒട്ടൻ അബ്ദുസമദും കാട്ടുവളപ്പിൽ നൗഷാദും ആ ഗ്രൂപ്പിലുണ്ട്. ഇതുവരെ ഇവരാരും തന്നെ ആ പാട്ട് തെറ്റാണെന്നോ അത് പാടാൻ പാടില്ലെന്നോ അത് പിൻവലിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. ഇനി വിവാദമായി കഴിഞ്ഞാൽ ആ പാട്ടുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറയാൻ, അതിൽ നിന്ന് തടിയൂരാൻ, സ്ഥിരം കളവും ആൾമാറാട്ടവും നടത്താൻ വന്നേക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ശൈഖുന പകര ഉസ്താദ് പറഞ്ഞ അവതാരവാദം ഇവർക്കുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പാട്ട് എന്നുകൂടി മനസ്സിലാക്കണം. കുരുവട്ടൂരികൾ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.